ഗിരിപ്രഭാഷണങ്ങൾ ഏറ്റവും വിശേഷതയേറിയ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളാണ്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ക്രിസ്തു ശിഷ്യന്മാരുടെ മാഗ്ന കാർട്ട എന്ന് വെച്ചാൽ ഭരണഘടന എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ അത്രമാത്രം ഉപദേശങ്ങൾ ചേർത്ത് വെച്ച് തൻ്റെ ശിഷ്യൻ എങ്ങനെയായിരിക്കണം, ഒരു ശിഷ്യനാകാൻ എങ്ങനെ കഴിയും, എങ്ങനെ ആയിരിക്കണം, അവന് കിട്ടുന്ന ഭാഗ്യപദവികൾ എന്തൊക്കെയാണ് എല്ലാം വിവരിക്കുന്ന ഒരു തിരുവചന വേദഭാഗമാണ് മത്തായി സുവിശേഷം 5-6 അധ്യായങ്ങളെല്ലാം ഉള്ള കർത്താവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ. അതിൽ തന്നെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിലെ ഭാഗ്യവർണ്ണനകൾ. കർത്താവ് ഭാഗ്യവാന്മാരായവരാരാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലോകപ്രകാരം ഭാഗ്യവാന്മാരായ അനേകരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നത് ആ രീതിയിലുള്ള ഒരു ഭാഗ്യ പദവിയെക്കുറിച്ചല്ല. ലോകപ്രകാരമുള്ള ഭാഗ്യവാന്മാരെല്ലാം തന്നെ അവർ ഭാഗ്യവാന്മാർ എന്ന് ലോകം അവരെ വിധിക്കുന്നത് അവരുടെ സാഹചര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഞാൻ പാർക്കുന്ന എൻ്റെ ചുറ്റുപാടുകളിലെ, എൻ്റെ സാഹചര്യങ്ങളിലെ മാറ്റമുണ്ടാകുമ്പോൾ എന്നെക്കുറിച്ച് ലോകം പറയും ഞാൻ ഭാഗ്യവാനാണ് എന്ന്. പക്ഷേ യേശു കർത്താവ് ഒരുവൻ ഭാഗ്യവാനാണ് എന്ന് പറയുന്നത് അയാളുടെ സാഹചര്യങ്ങൾ മാറിയത് കൊണ്ടല്ല. യേശു കർത്താവ് ഒരാളെ കുറിച്ച് ഭാഗ്യവാൻ എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിൽ അയാളിൽ ഒരു വ്യത്യാസം വരുന്നത് കൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഭാഗ്യവാനാണെന്ന് യേശു കർത്താവ് വിലയിരുത്തുന്നത്? എൻ്റെ ചുറ്റുപാടുകൾ മാറിയത് കൊണ്ട് യേശു കർത്താവ് ഞാൻ ഭാഗ്യവാനാണെന്ന് പറയില്ല. തിരുവചന അടിസ്ഥാനത്തിലുള്ള ഭാഗ്യവാൻ നമ്മൾ ഒരു ഭാഗത്ത് മാത്രമല്ല, തിരുവചനത്തിന്റെ പല ഭാഗങ്ങളിൽ സങ്കീർത്തനങ്ങളിലും മറ്റും ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമാണ് ഭാഗ്യവാൻ എന്നുള്ളത്. തിരുവചനം ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മനുഷ്യനുണ്ടായ മാറ്റം കൊണ്ട് അയാൾ ഭാഗ്യപദവിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. നമുക്കത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കേരളത്തിലെല്ലാം നമ്മളെല്ലാവർക്കും അറിയാം, ലോട്ടറി ടിക്കറ്റാണ് ഭയങ്കര വിൽപ്പന നടത്തുന്ന ഒരു സംഭവമാണ്. ഒരാൾക്കൊരു ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കൂ. ഞാനൊരു 10 രൂപ ചെലവഴിച്ച് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു. എനിക്കതിൽ 1 കോടി രൂപ കിട്ടിയാൽ ലോകം മുഴുവൻ എന്നെക്കുറിച്ച് എന്ത് പറയും? ഞാൻ ഭാഗ്യവാനാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ് അവർ എന്നെ ഭാഗ്യവാൻ എന്ന് പറയുന്നത്? എന്നിലൊരു മാറ്റം ഉണ്ടായത് കൊണ്ടല്ല, എൻ്റെ സാഹചര്യത്തിലൊരു മാറ്റം ഉണ്ടായി. അതുവരെയും ഒരു കാൽക്കാശിന് വിലയില്ലാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഒരു ദിവസം കൊണ്ട് ഒരു കോടീശ്വരനായിട്ട് ഞാൻ മാറി. അപ്പോൾ ലോകത്തിലെ ആളുകളെല്ലാം പറയും ഇയാൾക്ക് വലിയൊരു ഭാഗ്യവാനായ ആള്. കാരണം ഇയാളുടെ സാഹചര്യം മാറിയിരിക്കുന്നു. ഞാൻ ഈ ലോട്ടറി ടിക്കറ്റും എടുത്ത് അടുത്ത ട്രഷറി പോയിട്ട് ആ ട്രഷറി ഓഫീസറുടെ മുമ്പിൽ ഒരു ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് ഏൽപ്പിക്കുക. പൈസ കിട്ടണ്ടേ? ലോട്ടറി ടിക്കറ്റ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ലോട്ടറി ടിക്കറ്റ് ട്രഷറി ഓഫീസറുടെ മുമ്പിൽ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഹൃദയസ്തംഭനം വന്ന് ഞാൻ മരിച്ചു എന്ന് വിചാരിക്കുക. ഈ ലോകരെന്താ എന്നെ പറ്റി പറയുക? ഈ മനുഷ്യനെ പോലെ നിർഭാഗ്യവാനായ ഒരാളുണ്ടോ എന്നാ ചോദിക്കുക. ഈ മനുഷ്യനെ പോലെ നിർഭാഗ്യവാനായ ഒരാളുണ്ടോ? കാരണം എന്താ? ഞാൻ അതേ ആള് തന്നെയാണ്. പക്ഷേ ഒരു മിനിറ്റ് മുമ്പ് എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം തന്നെ എനിക്ക് പ്രതികൂലമായി മാറി. അതുകൊണ്ട് ലോകം പറയും ഇവൻ ഏറ്റവും നിർഭാഗ്യവാനാണ്. പക്ഷേ യേശു കർത്താവ് അങ്ങനെയല്ല പറയുന്നത്. യേശു കർത്താവ് ഒരുവനെ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ, തിരുവചനം ഒരാളെ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അയാളുടെ സാഹചര്യങ്ങൾ മാറിയത് കൊണ്ട് അയാൾ ഭാഗ്യവാനായതല്ല, അയാളിലൊരു വ്യത്യാസം വന്നതുകൊണ്ടാണ് അയാളെ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. അയാളിലൊരു വ്യത്യാസം വന്നതുകൊണ്ട് അയാൾ ഭാഗ്യവാനായി തീർന്നതുകൊണ്ട് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായാലും ശരി അയാളുടെ ഭാഗ്യ അവസ്ഥയ്ക്ക് വ്യത്യാസം വരില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ കന്നുകാലികൾ ഉണ്ടാകാനില്ല. ഒലിവ് ബലം തരാതിരിക്കാം, മുന്തിരിവള്ളി അനുഭവം തരാതിരിക്കാം. ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്ന അനേകരുണ്ട്. പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴും എൻ്റെ ഭാഗ്യ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. കാരണം
എൻ്റെ ഭാഗ്യം, ഞാൻ ഭാഗ്യവാനായി തീർന്നത് എൻ്റെ സാഹചര്യത്തിൽ വന്ന മാറ്റം കൊണ്ടല്ല, എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ചെല്ലാം ആഗ്രഹിക്കും, നമ്മളെല്ലാം ഭാഗ്യവാന്മാരായി തീരണമെന്നാണ്. എങ്ങനെയുള്ള ഭാഗ്യവാന്മാരാകണം? സാഹചര്യങ്ങൾ മാറിയത് കൊണ്ട്, അനുകൂലമാകുന്നത് കൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നവരല്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് കൊണ്ട്, ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരായി തീരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്.